ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല. ആ കൂട്ടക്കൊലയിൽ ഹിന്ദുക്കളാരും പ്രതികരിച്ച് ഞാൻ കാണുന്നില്ല. അതേസമയം തന്നെ പലസ്തീൻ വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകമെങ്ങുമുള്ള മുസ്ലിം വിഭാഗക്കാർ അല്ലെങ്കിൽ ആ സമുദായ വിശ്വാസികളെല്ലാം തന്നെ, ആ മതവിശ്വാസികളെല്ലാം തന്നെ ഒരുമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എവിടെ ആ വിഭാഗത്തിന് എന്തൊരു വിഷയം ഉണ്ടായാലും അവരെ ഒരുമിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടക്കൊല ഇന്നലെ സംസാരിക്കവേ പറയുകയുണ്ടായി, 6ഓളം വീടുകൾക്ക് തീയിട്ടു എന്നാണ് പറഞ്ഞത്. ഒരാളെ ചുട്ടുകൊന്നു, 6ഓളം വീടുകൾക്ക് തീയിട്ടു, ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. നമ്മൾ നിരന്തരം ഹൈക്കമ്മീഷനെ വിളിച്ച് സംസാരിക്കുന്നു, ഈ നടപടികൾ ശരിയാവില്ല എന്ന് പറയുന്നു. ഇന്ത്യ ഇടപെടേണ്ട സമയമല്ല. എന്താണ് ഇന്ത്യ ഇടപെടാത്തത്? ഒരു BJP ഭരണകൂടം ഭരിക്കുമ്പോൾ ഇന്ത്യ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? എന്താണ് ഹിന്ദുക്കൾ ഇടപെടാത്തത്? അല്ല, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത് അത്യന്തം നീചമായിട്ടുള്ള പ്രവർത്തനമാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ, ഹൈന്ദവ കുടുംബങ്ങളാണ് അവിടെ തീവച്ച് നശിപ്പിച്ചത്. ഒരാൾ ജീവനോടെ ചുട്ടുകൊന്നു, നിരവധി ആളുകളെ കൊലപ്പെടുത്തി. അത്യന്തം ഭീകരമാണ്. അത് ഇന്ന് മാത്രം തുടങ്ങിയിട്ടുള്ളതല്ല. ഏകദേശം 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായ സമയത്ത് 17% ആളുകൾ അവിടെ ഹിന്ദുക്കളായിരുന്നു. ബാക്കി 83% മുസ്ലിങ്ങളുണ്ടായിരുന്നത്. ആ 17% നിന്ന് ഹൈന്ദവ ജനസംഖ്യ ഏകദേശം 2-3% താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത്രയ്ക്കും താഴ്ന്നു പോയിട്ടുണ്ട്. ഹിന്ദുക്കളെ വ്യാപകമായിട്ട് കൊലപ്പെടുത്തുന്നത് ബംഗ്ലാദേശിൽ ഒരു സ്ഥിരം സംവിധാനമായിട്ട് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഒണിപ്പിച്ച് നോക്കിയപ്പോൾ നേരത്തെ ചോദിച്ച മാതിരി എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെടാത്തത്? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഭരിക്കുന്ന ജനാധിപത്യ സർക്കാരിനെ സംബന്ധിക്കുന്ന ചില പരിമിതികൾ അതിനെ സംബന്ധിച്ചുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കൃത്യമായിട്ട് ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരോട് വിഷയങ്ങൾ സംസാരിച്ച് അവരെ വിഷയങ്ങൾ ധരിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളെല്ലാവരും ഇവിടെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ച ആളാണ് അവിടുത്തെ നോബൽ സമ്മാനം കിട്ടിയുള്ള യൂനസ്. ഈ പറയുന്ന ആളാണ് ഇന്നത്തെ ഭരണാധികാരി. അയാളുടെ ഭരണത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം കടുത്ത വർഗീയവാദിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭരണത്തിൽ നടക്കുന്ന ചില സംവിധാനങ്ങളെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നാം ഈ പറയുന്ന കാര്യങ്ങളിൽ കേരളത്തിലെ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നുണ്ടോ എന്നാണ്. ഹമാസിന്റെ പ്രശ്നത്തിൽ നമ്മൾ പ്രതികരിച്ചു, പലസ്തീനിലെ പ്രശ്നത്തിൽ നമ്മൾ പ്രതികരിച്ചു, ലോകത്തിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാറുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച്, കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് പലപ്പോഴും ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഇത് കാരണം പലപ്പോഴും നമ്മൾ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഹിന്ദുക്കൾക്ക് സ്വന്തം വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് അയൽവക്കത്തെ പ്രശ്നങ്ങൾ പോലും നമ്മുടെ പ്രശ്നങ്ങളായിരുന്നില്ല. ഇന്നിപ്പോൾ ആ സ്ഥിതി മാറിയുണ്ട്. നമ്മുടെ വില്ലേജിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ ജില്ലയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് തുടരുന്നതാണ് വസ്തുത. നമുക്കറിയാവുന്നൊരു മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ച നയമുണ്ട്. UDF-ഉം LDF-ഉം അവർ സ്വീകരിച്ച നയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരഭാരതത്തിൽ വ്യാപകമായിട്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വ്യാപകമായിട്ട് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കള് ആക്രമിക്കുന്നു, അവിടെ പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. പക്ഷെ ഇവർ അറിയേണ്ട വസ്തുത, ഇന്ന് രാവിലെ ക്രിസ്മസിന്റെ ദിവസം രാവിലെ സെന്റ് ജോർജ് പള്ളിയിൽ അവിടെ കത്തീഡ്രലിനകത്ത് ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ അവിടെ എത്തി. അതിനെതിരായിട്ടുള്ള പ്രചരണമാണ് പിന്നെ നടത്തിയത്. ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ന സ്വാഭാവികമായിട്ടുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും. ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പള്ളിയുടെ നിയമചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള പ്രചരണം നടത്താൻ ഇവർ തയ്യാറായി. ഇപ്പം ഇതൊക്കെ ഒരു ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത, ഇവിടുത്തെ മാധ്യമങ്ങളാരും അല്ലെങ്കിൽ മാധ്യമങ്ങളായാലും കൊള്ളാം, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളായാലും കൊള്ളാം, ഭരണകക്ഷിയായാലും കൊള്ളാം, ഇവരുടെ എല്ലാം മതേതരത്വം എന്ന് പറയുന്നത് ഹൈന്ദവ വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ്. ഒരേ പ്രവൃത്തി തന്നെ ഇപ്പൊ ഹിന്ദുക്കളെ കയറി ആക്രമിച്ചു എന്നിരിക്കട്ടെ, അവിടെ 6 പേരെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളെ ചുട്ടുകൊന്നു. ഈ ചുട്ടുകൊന്ന സമയത്ത് ഇവിടുത്തെ നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം എന്റെ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ വാളയാറില് ഒരു ആളെ കൂട്ടമായിട്ട് ആക്രമിച്ചു. അത്യന്തം ഭീകരമായിരുന്നു സംഭവം, ഒട്ടും മര്യാദയ്ക്ക് നിരക്കുന്നതല്ലാതെ. ഈ പറയുന്ന സംഭവം ഉണ്ടായ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടുന്നു. കേരളത്തിൽ അതിന്റെ പ്രതികളെ നിശ്ചയിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷുമാണ്, MP രാജേഷാണ് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന ആണെന്ന് അവർ ആദ്യ സമയത്ത് പറഞ്ഞു. ഇപ്പൊ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആളുകള് ആദ്യം 5 പേരെ അറസ്റ്റ് ചെയ്തു, 2 പേരെ കൂടി കിട്ടാനുണ്ട്. ആ കിട്ടുന്ന സമയത്താണ് അതിനകത്ത് സഖാക്കന്മാരുണ്ട്, അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, അതിനകത്ത് BJP-കാരുണ്ട്. കക്ഷി രാഷ്ട്രീയം മറന്നുള്ള ആ ഭാഗത്തുള്ള ജനങ്ങളിൽ പലരും ഇക്കാര്യത്തിലുണ്ടെന്നുള്ള വസ്തുതയാണ്. മറിച്ച് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പായിട്ട് മലപ്പുറത്ത് മഞ്ചേരിക്കടുത്തൊരു സ്ഥലത്താണ്. അവിടെ ഒരു രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരാളെ അവിടെ തല്ലിക്കൊന്നോടെ ആളുകൾ 9 പേര് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 9 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഈ 9 പേരും മുസ്ലിം നാമധാരികളാണ്. കേരള സർക്കാർ ഇവർ അറിഞ്ഞോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇവർ അറിഞ്ഞോ? കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം അറിഞ്ഞോ? അവർക്ക് കേരളത്തിന്റെ സർക്കാർ രാജേഷ് മാഞ്ചിക്ക് 10 നയാ പൈസ കേരളത്തിന്റെ സർക്കാർ കൊടുത്തിട്ടില്ല. ഈ രാംനാരായൺ ഭയ്യക്കും കൊടുത്തിട്ടില്ല. രാംനാരായൺ ഭയ്യക്ക് കൊടുക്കുന്ന പറഞ്ഞു 30 ലക്ഷം രൂപ കൊടുക്കുന്ന. പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ബംഗ്ലാദേശിയാണെന്ന് ധരിച്ചുകൊണ്ട് അവിടെയുള്ള RSSന്റെ BJPയുടെ ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ 30 ലക്ഷം രൂപ കൊടുക്കുന്ന. പണ്ട് ആരോ പറയുന്ന പണ്ടേ ദുർബലന്റെ ഗർഭിണി കൂടിയാല് ഉള്ളൊരു അവസ്ഥയാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച്. ഈ 30 ലക്ഷം രൂപ കേരള സർക്കാരിൽ നിന്ന് കൊടുക്കുന്നത് വരേക്ക് ഇത് കൊടുത്തു എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. അത്രയ്ക്കും വഞ്ചനാപരമായിരിക്കുന്ന നിലപാടില് സാമ്പത്തികമായിട്ടുള്ള പരാധീനതയിലൊക്കെ പെട്ട് ഉഴലുന്നവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരം ആളുകളെ എനിക്ക് ചോദിക്കാൻ ഒറ്റ പ്രശ്നമുള്ളൂ. കഴിഞ്ഞ മാസത്തെ മലപ്പുറം ജില്ലയിലെ രാജേഷ് മാഞ്ചിയുടെ മരണം ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞോ? അവിടുത്തെ ജില്ലാ കളക്ടർ അറിഞ്ഞോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ? KPCCയുടെ പ്രസിഡന്റ് അറിഞ്ഞോ? CPMന്റെ ജില്ലാ സെക്രട്ടറി അറിഞ്ഞോ? MP രാജേഷ് മന്ത്രി അറിഞ്ഞോ? ഇവരാരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിനകത്ത് 9 പേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ആ ജയിലിൽ കിടക്കുന്ന എന്തിനു വേണ്ടിയാണ് അവർ കിടക്കുന്നത്? സുഖവാസത്തിന് പോയൊന്നും അല്ലല്ലോ. അവർ ചെയ്തത് രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയിട്ടാണ്. ആ കൊലപ്പെടുത്തിയിട്ടുള്ള ആൾക്ക് അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുകയില്ല. മറിച്ച് വാളയാറിലെ RSS ആണ് പ്രതിയെന്ന് സംശയം വന്നതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളെ ശിക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ ശിക്ഷിച്ചോട്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറിച്ച് അതിൽ കൊല ചെയ്യപ്പെട്ട ആൾക്ക് 30 ലക്ഷം രൂപ കൊടുക്കുന്നത് മര്യാദയാണ്. അദ്ദേഹത്തിനും കൊടുക്കണം, രാജേഷ് മാഞ്ചിക്കും കൊടുക്കണം, മധുവിന്റെ കുടുംബത്തിന് ഇവർ കൊടുക്കാൻ തയ്യാറാവണം. എന്ന് മാത്രമല്ല, വേണ്ടി വന്നാലേ ആരൊക്കെയാണ് ഇവർ ആക്രമിച്ചത്, ആ ആക്രമിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ആനുപാതികമായിട്ട് അത് പിടിച്ചെടുത്ത് കൊടുക്കുന്നത് പോലും ശരിയാണെന്നാണ് എൻ്റെയൊക്കെ വിശ്വാസം. ശരിക്കതാണ്. അപ്പൊ ഈ തരത്തിൽപ്പെട്ട നിരവധി ആളുകൾ കേരളത്തില് മരിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ആളുകൾക്ക് പ്രതികരണമില്ല. കാരണം കൊല ചെയ്യപ്പെടുന്ന ഹിന്ദു ആണെങ്കിൽ അത് ബംഗ്ലാദേശിലായാലും കൊള്ളാം, വിയറ്റ്നാമിലായാലും കൊള്ളാം, അമേരിക്കയിലായാലും കൊള്ളാം, ശ്രീലങ്കയിലായാലും കൊള്ളാം, പാകിസ്ഥാനിലായാലും നേപ്പാളിലാണെങ്കിലും ഇവിടെയുള്ള ഭരണകക്ഷി പ്രതികരിക്കില്ല, ഇവിടുത്തെ പ്രതിപക്ഷം പ്രതികരിക്കില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കില്ല. സർസംഘചാലക് പറഞ്ഞല്ലോ, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഒന്നിക്കണമെന്നൊരു ആഹ്വാനം ഉണ്ടായി. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒന്നിക്കണമെന്നും പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ സർക്കാർ ഇടപെടുമോ അവിടെ? നമ്മുടെ സർക്കാർ സമയത്തിന് ഇടപെടും. കാരണം ഈ സർക്കാർ ഇടപെടുന്നത് പ്രത്യേകിച്ച് നയതന്ത്രപരമായിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിലവിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഓരോ സ്ഥലത്തുണ്ടായിട്ടുള്ള ചെറിയ സംഘർഷത്തിന് പേരിൽ സർക്കാരുകൾക്ക് ഇടപെടാൻ പറ്റില്ല. മറിച്ച് സർക്കാരിന് ഇടപെടാവുന്നൊരു സാഹചര്യം വരും. ആ സമയത്ത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടും, ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു സർക്കാരിൻ്റെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആനുപാതികമായിട്ട് ജനങ്ങളുടെ വികാരം ഉണ്ടാവണ്ടേ? ആ ജനങ്ങളുടെ വികാരം പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്നത് പലസ്തീനിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന മലയാളികളാണ്. ഈ മലയാളികളുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവണം. മലയാളികളുടെ ഭാഗത്ത് ശക്തമായിട്ട് എതിർപ്പുണ്ടാവണം. ഇത് തെറ്റാണെന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അക്രമികളെ നമ്മൾ അക്രമികളായിട്ട് നമ്മൾ കാണാൻ സാധിക്കണം. അക്രമികളെ മതം നോക്കിക്കൊണ്ടവരെ നമ്മൾ വേർതിരിക്കുന്ന ഒരു നല്ല സമീപനമല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമികളുടെ മതം നോക്കിയിട്ട് അക്രമികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും ഹൈന്ദവ വിരുദ്ധമായിരിക്കുന്ന മതേതരത്വത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ടാണ് എനിക്കിതിന് നോക്കിക്കാണാൻ സാധിക്കുക.